ചാനൽ ദി കോട്ടൺ ഡയറീസ്. എൻ്റെ പേര് നിമ്മി. ഞാൻ ഇന്ന് ക്ലോത്ത് ഡൈപ്പേഴ്സിനെ പറ്റി ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി പലർക്കും ഇങ്ങനൊരു സംഭവം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു ഐഡിയ പലർക്കും ഇല്ല. ഉള്ളവരുണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ചെയ്താലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും പേർക്ക് ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ശരിക്കും നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം എന്താ പറയുക യൂസേജ് നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പർ വെച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇത് ക്ലോത്താണ്. നമ്മൾ നോർമലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ കുറച്ച് നാൾ വരെ നമ്മൾ യൂസ് ചെയ്യും ഈ കോട്ടൺ ക്ലോത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുന്നത്? കാരണം അതാണ് ഏറ്റവും എന്താ പറയുക, കുഞ്ഞിൻ്റെ സ്കിന്നിന് ഏറ്റവും നല്ലത് അതാണ്. നമുക്ക് വേറെ അതിനകത്ത് കെമിക്കൽസോ കുഞ്ഞിൻ്റെ സ്കിന്നിനെ നശിപ്പിക്കുന്ന ഒരു സാധനം അതിനകത്തില്ല. ഈ പറഞ്ഞ ജെല്ലുകൾ അങ്ങനത്തെ ഒന്നും അതിനകത്തില്ല. അപ്പം പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഒരു തവണ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പം തന്നെ മാറ്റേണ്ടി വരും. പിന്നെ അത് ചിലപ്പോൾ അത് മാത്രമായിട്ടില്ല, അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ, അതായത് ക്വിക്ക് ഡ്രൈ ഷീറ്റോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തുണിയുണ്ടോ അതൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതത്ര നമുക്കൊരു കംഫർട്ടബിൾ അല്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ ജനറേഷനിൽ എന്നെ പോലെയുള്ള അമ്മമാർക്ക് അത് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്യും, നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. അപ്പം ഒബ്വിയസ്ലി അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് ഏറ്റവും വലുത്. നമുക്കറിയാം അതിനകത്ത് ഈ ജെല്ല് ഉണ്ട്, അത് നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിക്ക് ഭയങ്കര കേടാണ്. ഈ യൂറിൻ വെറ്റ്നസ് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജെൽസ് ഇത് വലിച്ചെടുക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറേ കെമിക്കൽസും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ടും, ഈവൻ സ്കിന്നിനെന്നല്ല ബോഡിക്ക് തന്നെ ഭയങ്കരമായിട്ടും ഡാമേജ് വരുത്താൻ പ്രാപ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ഫ്രാഗ്രൻസ് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രാഗ്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് കേടായിട്ടുള്ള സംഭവമാണ്. അപ്പം ഹെൽത്ത് വൈസ് ഇത് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. നമുക്ക് കോട്ടൺ നാപ്പിയുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. പെട്ടെന്ന് ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടി വരും. അത് ആകെപ്പാടെ നമുക്കത് കണ്ടിന്യൂസ്ലി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സ് തന്നെയാണ്. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ് ഈ ഡയപ്പേഴ്സ് എന്ന് പറയുമ്പം ഇത് ഒബ്വിയസ്ലി ഇത് ക്ലോത്ത് ആണ്. അപ്പം ക്ലോത്ത് നമുക്ക് ഇത് ബയോഡിഗ്രേഡബിൾ ആണ്. നമുക്കറിയാം ഇത് പറയുമ്പം എന്താ പറയുക, ഓക്കെ, എനിക്ക് ഒരു ചേട്ടനും ഒരു ചേച്ചിയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ, ചേട്ടന് 2 മക്കളുണ്ട്, ചേച്ചിക്ക് 2 മക്കളുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ആദ്യത്തെ കുട്ടി മുതലുള്ളവർക്കൊക്കെ ഒബ്വിയസ്ലി എൻ്റെ മൂത്ത മോള് എനിക്ക് താഴെ വേറെ ചേട്ടൻ്റെ 2ാമത്തെ കുട്ടി വരെയുള്ള എല്ലാ കുട്ടികൾക്കും അത് നാച്ചുറലാണ്. എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെ നമ്മളും എന്താ പറയുക ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴുള്ള എൻ്റെ വീട് അങ്കമാലിയാണ്, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനൊക്കെ അടുത്തായിട്ട് വരും. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. മുനിസിപ്പാലിറ്റിന്നോ അങ്ങനെ ആരും വന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്നൊരു പരിപാടി ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്നാൽ നമുക്ക് പറമ്പിൽ ഇത് കൊണ്ടുപോയി, പണ്ടൊക്കെ ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് വലിയൊരു കുഴി ഒഴിക്കും, അതിനകത്തേക്ക് ഇതൊക്കെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, എന്നിട്ട് കുഴി അടച്ചു വയ്ക്കും. അപ്പം നമ്മൾ വിചാരിക്കും കുറേ കാലം കഴിയുമ്പോൾ അതങ്ങോട്ട് ഡീക്കി ആയി പൊക്കോളും നമ്മൾ വിചാരിക്കും. പക്ഷേ എത്ര വർഷം, 500 years വരെ ഇത് അങ്ങനെ കിടക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്തോ ആവശ്യത്തിനൊന്നുമല്ല കുഴി എടുത്തപ്പം അത് അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ എന്ന് പറഞ്ഞാൽ അത്രയും വെളുത്ത് അതേപോലെ തന്നെ ആണെന്നല്ല ഉദ്ദേശിച്ചത്, മണ്ണൊക്കെ കയറിയിട്ടൊക്കെയാണ്. പക്ഷെ ഒട്ടും ഡീക്കേ ആവേണ്ട, അതേപോലെ അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓക്കെ, ഇതിങ്ങനെ കുഴിച്ച് വെറുതെ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല, അത് അങ്ങനെ തന്നെ കിടക്കും, അത് പൊട്ടയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ, നമുക്ക് കളയാൻ വേറെ ഓപ്ഷൻ ഇല്ല. ആകെ 2 ഓപ്ഷനുള്ളൂ. ഒന്ന് കുഴി ഒഴിച്ചിടുക, അതൊരു കാര്യമില്ല. പിന്നെ മനസ്സിലായി നമുക്ക് കത്തിച്ച് കളയാം. ഇപ്പോൾ കുഴി ഒഴിച്ചിട്ടാൽ അത്
നമ്മുടെ സോയിൽ ആ വക സംഭവങ്ങൾക്ക് പൊല്യൂട്ടഡ് ആവും അതൊക്കെ, സോയിൽ വാട്ടർ എക്സെട്ര. ഇനി നമുക്കത് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എയർ പൊല്യൂട്ടഡ് ആവും. അപ്പം നമുക്ക് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയപ്പേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കളയണ്ടേ. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്കുള്ളൂ. അത് രണ്ടും ഭയങ്കര ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അറിയാം ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, സില്ലിയാണ് നമുക്കൊക്കെ വിചാരിച്ചാലും അത് തീരെ സിമ്പിളല്ല, തീരെ സില്ലിയല്ല എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതാണ് എന്താ പറയുക, ഈ പൊല്യൂഷൻ എന്നുള്ളതാണ്. അത് അലിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ഇൻ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ തന്നെ അതൊക്കെ ഈ ചുറ്റുപാടും നമുക്ക് പൊല്യൂഷൻ ഉണ്ടാക്കും. അതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല, ഇത് ബയോഡിഗ്രേഡബിൾ ആണ്. ഇത് നമുക്ക് കളഞ്ഞാലും കത്തിച്ച് കളഞ്ഞാലും ഒരു പ്രശ്നമില്ല, ഇത് പോയിക്കോളും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമുക്ക് ഇത് എന്താ പറയുക, ഇത് ഒബ്വിയസ്ലി ഇത് ഒരു ഡയപ്പർ എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ വാങ്ങാൻ എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ 10 രൂപയോ 15 രൂപയോ എന്നൊക്കെ പോകണം. ഈ ഒരു ഡയപ്പർ നമ്മൾ മേടിക്കുന്നത് ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുമ്പം 500 എന്ന് പറയാം. അതിൽ താഴെ വിലയുള്ള ഡയപ്പേഴ്സ് ഉണ്ട്, അതിൽ കൂടുതൽ വിലയുള്ള ഡയപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു 890 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഇൻക്ലൂഡിങ് ഇൻസേർട്സ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താണെങ്കിലും എങ്ങനെയെങ്കിലും ആണെങ്കിലും ഒരു 1100 ഉള്ളിലൊക്കെ ഇത് നിൽക്കും. ഇതെല്ലാം ഈ എൻ്റെ കയ്യിലുള്ള ഡയപ്പേഴ്സൊക്കെ അതിനുള്ളിൽ നിൽക്കും. അത് ഇപ്പം 400 മുതൽ ഈ പറഞ്ഞ റേഞ്ചിൽ വരെ നമുക്കൊരു ഓൺ ആൻ ആവറേജ് 500-600 എന്നൊക്കെ വെച്ച് നമുക്ക് എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റീയൂസബിൾ ആണ്, നമുക്ക് കഴുകി യൂസ് ചെയ്യാം. അപ്പം എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇക്കണോമിക്കലി നമുക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മൾ മറ്റേ ഡയപ്പർ ഒരു 3 വർഷത്തേക്ക് വേണ്ട 2 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഒരു കുഞ്ഞിന് നമ്മൾക്ക് നോർമൽ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല, എന്താ പറയുക, ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പം 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 2-2.5 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യുമ്പം വരുന്ന വിലേൻ്റെ എത്രയോ മടങ്ങ് കുറവായിരിക്കും നമ്മൾ ഈ ഡയപ്പേഴ്സ് കുട്ടിയുടെ ലൈഫ് ലോങ് എന്നല്ല, നമ്മൾ എത്ര നാൾ ഡയപ്പർ ചെയ്യുന്നു അത്രയും നാളത്തേക്ക് യൂസ് ചെയ്യുമ്പം വരുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. കാരണം നമുക്കിത് ആകെപ്പാടെ ഒരു 15 to 20 ഒന്നും എന്തായാലും വരില്ല, അതിൽ താഴേക്ക് നമുക്ക് എന്തായാലും ആവശ്യം വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, റീയൂസബിൾ ആണ്. റീയൂസബിൾ എന്ന് പറയുമ്പം നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നു, ഇത്ര മണിക്കൂർ കഴിയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേണ്ട ആവശ്യം വരുമ്പോൾ നമ്മളതെടുത്ത് മാറ്റുന്നു, എടുത്ത് കളയുന്നു, അതിൻ്റെ ലൈഫ് അതോടെ അവസാനിച്ചു. പക്ഷേ ഈ ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യുന്നു, നമ്മളത് പ്രോപ്പർലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു, കറക്റ്റ് വാഷ് റുട്ടീനൊക്കെ വെച്ച് നമ്മളത് വാഷ് ചെയ്ത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കുട്ടി ഇപ്പം അവൾക്കിപ്പം 1.25 വയസ്സായി, അവളിപ്പോൾ പോട്ടി ട്രെയിനിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ ഈ ഞാൻ നേരത്തെ ഡേ ടൈം ഡയപ്പേഴ്സ് ഞാൻ തീരെ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാനത് വിൽക്കും. അങ്ങനെ പറയുമ്പം പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ ഡയപ്പറൊക്കെ എങ്ങനെ വിൽക്കാൻ പറ്റും, അത് ഹൈജീനിക്കലി അതൊക്കെ നല്ലതാണോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. 100% എനിക്ക് പറയാം, ഒരു പ്രശ്നമില്ല. എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പ്രോപ്പർ വാഷ് റുട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം, നല്ല ക്ലീനാക്കി വെക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് നമുക്കിത് വിൽക്കാം. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഡയപ്പേഴ്സ് വാങ്ങുകയും ചെയ്യാം. പക്ഷേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഈവൻ സൂപ്പർ ബോട്ടംസിൻ്റെ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ബോട്ടംസിൻ്റെയും പമ്പടത്തിൻ്റെ ഉണ്ടെന്നുണ്ടല്ലോ, പമ്പടം എന്ന് പറയുന്നതും സൂപ്പർ ബോട്ടം എന്ന് പറയുന്നതും ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ്. ഇവരുടെയൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് സൂപ്പർ ബോട്ടംസിൻ്റെ ഒരു നൈറ്റ് ടൈം ഡയപ്പറാണ്. ഇത് എനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ സൂപ്പർ ബോട്ടംസിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് വെനസ്ഡേയ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇവർ ഇതിനുള്ള ലിങ്ക് ഇടും, ബൈ ആൻഡ് സെൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഉള്ള ഒരു ലിങ്ക് ഇടും. അതിനകത്ത് നമുക്ക്
കമൻറ്റ് സെക്ഷനകത്ത് നമുക്കൊരു ആവശ്യം, അതായത് എനിക്ക് ഇന്ന ഡയപ്പർ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യം അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന ടൈപ്പ് ഓഫ് ഡയപ്പർ ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കാം. ഇനി അതല്ല എനിക്കിത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ കമൻറ്റ് സെക്ഷനിൽ ഈ ഫോട്ടോ വെച്ചിട്ട്, ഫോട്ടോ വയ്ക്കുകയോ വയ്ക്കാതെയോ നമുക്ക് ഇതിൻ്റെ കുറച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. ഇത് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്ര രൂപയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം അത് കണ്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ഒന്നുകിൽ അതിന് റിപ്ലൈ ആയിട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യും. അപ്പം ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഇനിയുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിത് കാണുമ്പോൾ, എനിക്കല്ലായിരുന്നു ആക്ച്വലി ബാക്കിയുള്ളവർക്കായിരുന്നു കാണുമ്പോൾ പ്രശ്നം. എങ്ങനെ ഈ കുട്ടി ഇത്രയും കണ്ട, ഇത് ഇച്ചിരി ബൾക്കിയാണ്, ഇല്ല ഞാൻ പറയുന്നില്ല, ഇച്ചിരി ബൾക്കിയാണ്. പക്ഷേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ സാധനം എങ്ങനെയാണ് കുട്ടീൻ്റെ ശരീരത്തിൽ ഇടാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇത് ഇത്രയും എന്താ പറയുക പ്ലസ് പോയിന്റ്സ് ഇതിൻ്റെ പറഞ്ഞു. ഇതും ഒരു നെഗറ്റീവ് പോയിന്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്തൊരു ക്യൂട്ടാണ് ഇതുപോലത്തെ പ്രിൻസ് ഒക്കെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തൊരു ക്യൂട്ടാണ് കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അപ്പം ഇത് ഭയങ്കര ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാനും. ബൾക്കിയാണെങ്കിലും കുഞ്ഞിന് ഒരു പ്രശ്നവും അതുകൊണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, അതൊരു വെറും മിത്ത് മാത്രമാണ്. എന്താണ് ഇതുപോലത്തെ ബൾക്കി ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നടക്കാൻ വൈകും എന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇളയ മോള് അത് അവളാണല്ലോ ഇതൊക്കെ യൂസ് ചെയ്തത്. അവള് ഒരു വയസ്സാവാനേന് തലേ ദിവസം നടന്നു തുടങ്ങി, തന്നെത്താൻ കൈവിട്ട് നടന്നു. അത് 2 ദിവസം മുമ്പ് ട്രൈ ചെയ്ത് തലേ ദിവസം മുതൽ കണ്ടിന്യൂസ്ലി നടന്നു തുടങ്ങി. മൂത്ത മോള് എന്താ പറയുക ഡിസ്പോസിബിൾ ഡയപ്പേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ആദ്യമായിട്ട് നടന്നത് അവൾക്ക് 1 വയസ്സും 3 മാസം ഉള്ളപ്പോഴാണ്. അപ്പം എന്തായാലും ആൾക്കാർക്ക് പറയാൻ പറ്റില്ല ഇതിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നടക്കാനൊക്കെ വൈകുന്നത്. വെറും പൊട്ടത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊന്നും വിശ്വസിക്കരുത്, അത് വെറും മിത്ത് മാത്രമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, ക്യൂട്ട് പ്രിൻസ്. ഇത്രയും ക്യൂട്ട് പ്രിൻസ് എവിടെ നമുക്ക് ഏത് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ കൂടുതലും ഡയപ്പേഴ്സ് ആവശ്യമുള്ളതൊക്കെ കുറേ 8, 10, 12 ഞാൻ വാങ്ങി വെച്ചു. അതിനുശേഷം ഞാൻ വാങ്ങിയതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രിൻറ്റുകൾ കണ്ടിട്ടാണ്. 850 രൂപ അല്ല, 890 അല്ലെങ്കിൽ 1000 സംതിങ് ഒക്കെ രൂപ, അല്ലെങ്കിൽ 400, 499, 500 ഈ പറഞ്ഞ റേഞ്ചിലൊക്കെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ടെങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെ ഞാൻ വാങ്ങിക്കാതിരിക്കും. അത്രയ്ക്ക് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ വാങ്ങിക്കാതിരിക്കും. അങ്ങനെ ഞാൻ വാങ്ങിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പലരോടും കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർ, എൻ്റെ കസിൻസ് ഫ്രണ്ട്സൊക്കെയാണ്, ഇവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് പലരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കസിൻസൊക്കെ ആണെങ്കിലും അവരൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അക്കാര്യത്തിൽ. അപ്പം നിങ്ങൾക്കും അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ വീഡിയോ ഇത്ര നേരം ഇരുന്ന് കണ്ടതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ ഇതിനെപ്പറ്റി ക്ലോത്ത് ഡയപ്പേഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിട്ട് ചോദിക്കണം. അതിനെനിക്ക് അറിയാവുന്നതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യും, റിപ്ലൈ തരും. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ടൈപ്സ് ഓഫ് ഡയപ്പേഴ്സിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ ഡയപ്പർ വാങ്ങണം, എവിടെ എന്താ പറയുക, നൈറ്റ് ടൈം ഡയപ്പറിങ്, ഡേ ടൈം ഡയപ്പറിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ഇതുവരെ കണ്ടതിന് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എസ്പെഷ്യലി അമ്മമാർക്ക് അപ്പന്മാർക്കൊക്കെ ആണെങ്കിൽ ദയവ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന എന്താ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, ഫ്രണ്ട്സോ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്യുക. കാരണം ഇതൊരു എന്താ പറയുക ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും എൻ്റെ ഈ യൂട്യൂബ് പേജും കൂടെ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. So thank you so much. In the next video.